ഹൃദയമം തമ്പുരു നീട്ടിയെന്നാഥാനിൻ തിരുവചനങ്ങൾ ഞാൻ പാടാം. അതിമോദമെന്നുടെ സങ്കീർത്തനം 27:1 പറയുന്നു, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? സ്നേഹമുള്ളവരെ, ഏവരെയും സന്തോഷപൂർവ്വം മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സങ്കീർത്തനം വളരെ ശക്തമായ ഒന്നാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴാണ് ഈ വാക്കുകൾ പറയുന്നത്. ശത്രുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അപകടങ്ങൾ ഉണ്ടായിരുന്നു, ഭയപ്പെടാനുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ പ്രശ്നങ്ങളിലേക്കല്ല, എൻ്റെ ദൈവത്തിലേക്കാണ് നോക്കിയത്. അതിനാലാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്, കർത്താവ് എൻ്റെ രക്ഷയും പ്രകാശവുമാണെന്ന്. ഇരുട്ടിൽ എവിടെയാണ് പോകേണ്ടത് എന്നാണ്, എന്താണ് മുന്നിലുള്ളത് എന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ജീവിതത്തിലും ചില സമയങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത സമയങ്ങൾ വരാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇരുട്ട് അനുഭവപ്പെടാം. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രകാശമാകുന്നു എന്ന്. പ്രകാശം ഇരുട്ടിനെ നീക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭയത്തെയും ആശയക്കുഴപ്പത്തെയും നീക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വ്യക്തമായി കാണാൻ കഴിയണം എന്നില്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ അടുത്ത ചുവട് എടുക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ദാവീദ് പറയുന്നത്, കർത്താവ് എനിക്ക് രക്ഷ നൽകും എന്നല്ല, കർത്താവ് തന്നെയാണ് രക്ഷ എന്നാണ്. നമ്മുടെ ശക്തിയിലോ കഴിവിലോ സമ്പത്തിലോ മനുഷ്യരുടെ സഹായത്തിലോ മാത്രം ആശ്രയിക്കാൻ ആവില്ല. മനുഷ്യ സഹായം പരിമിതമാണ്, എന്നാൽ ദൈവത്തിന്റെ സഹായത്തിന് പരിധിയില്ല. നമുക്ക് രക്ഷ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന ഉത്തമ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നാം ഒറ്റയ്ക്കല്ല എന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, തുടർന്ന് ദാവീദ് പറയുന്നു, കർത്താവിന്റെ കോട്ടയാണ് എന്ന്. കോട്ട എന്നത് സംരക്ഷണത്തിന്റെ സ്ഥലമാണ്. ശത്രു ആക്രമിക്കുമ്പോൾ കോട്ടയ്ക്ക് ഉള്ളിൽ അഭയം പ്രാപിക്കും. അതുപോലെ ദൈവം നമ്മുടെ അഭയ കേന്ദ്രമാണ്. നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്താം. സഹോദരരെ, അതുകൊണ്ടാണ് ദാവീദ് ചോദിക്കുന്നത്, ഞാൻ ആരെ ഭയപ്പെടണം എന്ന്. ദാവീദ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നല്ല. പ്രശ്നങ്ങളും ശത്രുക്കളും ബുദ്ധിമുട്ടുകളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെക്കാൾ വലിയ ഒരു സത്യമുണ്ടായിരുന്നു, തൻ്റെ ദൈവം തൻ്റെ കൂടെ ഉണ്ട് എന്ന സത്യം. സഹോദരരെ, ഇന്ന് നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാക്കി മാറ്റണം. ഈ സമയം നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കാം. കടബാധ്യതകളാൽ വലയുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ വലയുന്നവരെ, ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കാത്തവരെ ഒക്കെ നമുക്ക് ഓർക്കാം. യുദ്ധം മൂലം ജോലി നഷ്ടപ്പെട്ടവരെ, വിസ തടസ്സം നേരിടുന്നവരെ ഓർക്കാം. തിന്മയുടെ ദുരാത്മാക്കൾ പ്രത്യക്ഷത്തിൽ പോലും ആക്രമിക്കുന്നവരെ ഓർക്കാം. അവരുടെ എല്ലാം പ്രയത്നങ്ങളും അവരുടെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓർക്കാം. അവരെ എല്ലാം ശക്തമായി അനുഗ്രഹിക്കാൻ നമുക്ക് കർത്താവിനോട് യാചിക്കാം. ഈ ചാനലിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടണമേ കർത്താവേ എന്നപേക്ഷിക്കാം. നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ നന്ദി. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു.
അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. കേൾക്കണമേ. എൻ മനതാരിതിൽ നിറയണമേ. മാതാ നീതു കേൾക്കണമേ. നിൻ കൃപ എന്നിൽ ചൊരിയേ